പ്രിയമുള്ളവരെ, ഏവർക്കും സ്കൂളിംഗ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ BSc നഴ്സിംഗ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് തീരുമാനമൊന്നും എടുക്കാതെ സർക്കാർ അനിശ്ചിതത്വം തുടരുകയാണ്. ജനുവരി 18 ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം ഉണ്ടാകും എന്ന് ചാനൽ വഴി കഴിഞ്ഞ ദിവസം അപ്ഡേഷൻ നൽകിയിരുന്നു. എന്നാൽ മന്ത്രിസഭ അത് പരിഗണിച്ചില്ല. ഇന്നത്തെ മലയാള മനോരമ പ്രസിദ്ധീകരിച്ച ന്യൂസാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. നമുക്ക് വാർത്തയിലേക്ക് നീങ്ങാം. BSc നഴ്സിംഗ് എൻട്രൻസ് കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിലും പരിഗണിച്ചില്ല. തിരുവനന്തപുരം BSc നഴ്സിംഗ് പ്രവേശനത്തിന് എൻട്രൻസ് പരീക്ഷ നടത്താൻ കർണാടക ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ നടപടിക്രമങ്ങൾ ആരംഭിച്ചെങ്കിലും കേരള സർക്കാരിൻ്റെ ഫയൽ മുന്നോട്ടു പോകുന്നില്ല. കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം എടുക്കേണ്ടതായിരുന്നുവെങ്കിലും വിഷയം പരിഗണിച്ചില്ല. പ്രവേശന പരീക്ഷയ്ക്കെതിരെ മാനേജ്മെന്റുകളുടെ സമ്മർദ്ദമാണ് കാരണമെന്ന് ആരോപണമുണ്ട്. പ്രവേശന പരീക്ഷ നടത്തണമെന്ന് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ 3 വർഷമായി ആവശ്യപ്പെടുന്നുണ്ട്. പിറ്റേ വർഷം മുതൽ നടത്താമെന്ന് പറഞ്ഞ് മെറിറ്റ് അടിസ്ഥാനത്തിൽ, അതായത് +2 സ്കോറിന്റെ അടിസ്ഥാനത്തിൽ പ്രവേശനം നടത്തലാണ് കേരളത്തിന്റെ പതിവ് രീതി. എന്നാൽ ഈ വർഷം പ്രവേശന പരീക്ഷ നടത്താതെ കോഴ്സ് നടത്താനാകില്ലെന്ന് കൗൺസിൽ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കർണാടകത്തിൽ ഫെബ്രുവരി 10 പ്രവേശന പരീക്ഷയ്ക്ക് അപേക്ഷ നൽകണം. കഴിഞ്ഞ വർഷം വരെ +2 മാർക്കിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കേരളത്തിലെ നഴ്സിംഗ് കോളേജുകളിലെ പ്രവേശനം. LBS സെന്റർ വെബ്സൈറ്റ് വഴി ആപ്ലിക്കേഷൻ ക്ഷണിച്ചു നടത്തുന്ന പ്രവേശനത്തിനെതിരെ ചിലർ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. മാനേജ്മെന്റുകൾക്ക് കോഴ വാങ്ങാൻ സർക്കാർ കൂട്ടുനിൽക്കുന്നുവെന്നും പൊതു താൽപര്യ ഹർജിയിൽ ആരോപിക്കുന്നു. ഈ വർഷം എൻട്രൻസ് ഇല്ലാതെ നഴ്സിംഗ് പ്രവേശനം നടത്താൻ INC ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ അനുമതി നൽകില്ല എന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പാണ്. അനുമതിയില്ലാതെ കോഴ്സ് നടത്തിയാൽ സർട്ടിഫിക്കറ്റിന് അംഗീകാരം ഉണ്ടാകില്ല. തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാൻ ഇനിയും വൈകിയാൽ അത് എൻട്രൻസ് എക്സാമിൻ്റെ നടത്തിപ്പിനെ ബാധിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ലഭ്യമാകുന്ന ഓരോ അപ്ഡേഷനും ഈ ഒരു ചാനൽ വഴി നിങ്ങളെ അറിയിക്കുന്നതാണ്. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകരിക്കുന്നുണ്ട് എങ്കിലൊന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.